ഇറാനേക്കാളും നൂറുകണക്കിന് മടങ്ങ് ശക്തിയുള്ള അമേരിക്കയോട് നിരന്തരം പോരടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇറാൻ. യാതൊരുവിധ കൂസലുമില്ലാതെ നിരന്തരം ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് GCCയെയും അതുപോലെ തന്നെ ഇസ്രായേലിനെയും. എന്താണ് ഇറാന്റെ പിന്നിലുള്ള ഉദ്ദേശം, ലക്ഷ്യം എന്നുള്ളത് ആർക്കും തന്നെ പെട്ടെന്ന് അങ്ങോട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. കാരണം എത്രയൊക്കെ ഇൻഫ്രാസ്ട്രക്ചർ അടിച്ച് പൊളിച്ചിട്ടും ഇറാൻ ഇപ്പോഴും നിരന്തരം ആക്രമണം അഴിച്ചു വിട്ടുകൊണ്ടിരിക്കുന്നു. ഇറാനിലെ ആർമി സംവിധാനങ്ങളെല്ലാം തകർത്തിട്ടുണ്ട് എന്നാണ് അമേരിക്കയും ഇസ്രായേലും പറയുന്നത്. പക്ഷെ അവിടെ നിന്ന് വരുന്ന അറ്റാക്കുകൾക്ക് യാതൊരുവിധ കുറവും ഇപ്പോഴും ഉണ്ടാകുന്നില്ല. അപ്പം ഇതിന്റെ പിന്നിലുള്ള ലക്ഷ്യം എന്താണ് എന്നുള്ളത് ലോകരാജ്യങ്ങളിലെ പ്രമുഖർ ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങൾക്കൊക്കെ ഉത്തരവിട്ടിട്ടുണ്ട്. ഇറാൻ മാരകമായിട്ടുള്ള ആയുധങ്ങൾ നിർമ്മിച്ചു വെച്ചിട്ടുണ്ടോ, അതോ ഇറാൻ അണുബോംബ് നിർമ്മിച്ചു വെച്ചിട്ടുണ്ടോ എന്നാണ് പലരും ചോദിക്കുന്നത്. നമുക്കറിയാം, ഏകദേശം വർഷങ്ങളായി ഇറാൻ യുറേനിയം പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ്. ഒരു രാജ്യത്തിന്റെ കയ്യിൽ 60% യുറേനിയം സ്റ്റോക്ക് ഉണ്ടെങ്കിൽ ആ യുറേനിയം വെച്ച് അവർക്ക് ആണവോർജം റിയാക്ടറുകൾ നിർമ്മിച്ച് ഊർജം ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. എന്നാൽ അതേ യുറേനിയം 90% ആണെങ്കിൽ അതുപയോഗിച്ച് അണുബോംബ് നിർമ്മിക്കാൻ സാധിക്കും. 90% യുറേനിയത്തിന്റെ കൂടെ ആണവ ബോംബ് ഉണ്ടാക്കിയെടുക്കാനുള്ള ടെക്നോളജിയും മാത്രമല്ല എക്സ്പേർട്ട് ആയിട്ടുള്ള സയന്റിസ്റ്റുകളും കൂടെ ഉണ്ടെങ്കിൽ ഏകദേശം 3-4 ദിവസങ്ങൾക്കുള്ളിൽ അണുബോംബ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ വർഷങ്ങളായിട്ട് യുറേനിയം പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇറാന്റെ കയ്യിൽ അണുബോംബ് ഓൾറെഡി എവിടെയെങ്കിലും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ? ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത് എവിടെയാണ്? എത്രത്തോളം സ്റ്റോക്ക് അവരുടെ കയ്യിലുണ്ട്? അതല്ലെങ്കിൽ മറ്റു പല മാരക ആയുധങ്ങളും ഇറാൻ നിർമ്മിച്ചു വെച്ചിട്ടുണ്ടോ എന്നുള്ള പല ചോദ്യങ്ങളും ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും വരുന്നുണ്ട്. കാരണം ഇറാൻ പറഞ്ഞിരിക്കുന്നത് ഈ യുദ്ധം അവസാനിപ്പിക്കാൻ പോകുന്നത് അമേരിക്കയല്ല, മറിച്ച് ഇറാനാണ്. അങ്ങനെ അവർ ദൃഢമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അതിന്റെ പിന്നിലുള്ള ഉദ്ദേശം എന്നുള്ളത് വ്യക്തമായിട്ട് ആർക്കും തന്നെ ഇപ്പം മനസ്സിലാക്കാനും പറയാനും സാധിക്കുന്നില്ല.